ആടാ പറയടാ അശോകേ, എന്ത് പറ്റിയടാ? വീട്ടിൽ നിന്നും മടുത്ത്. കല്യാണം കഴിഞ്ഞിട്ടാടാ മടുപ്പ്? പണിയില്ല, ചുമ്മാ എപ്പോഴും അവിടെ വായിന്നും കേട്ടോണ്ടിരിക്കണം. ഇതൊക്കെയാടാ ജീവിതം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലും കാര്യം നടക്കൂലടാ. എടാ ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ നാളോടാ വഴിമുട്ടിയത്. മതി 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 ഇത് കേൾക്കാനല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്നാ വല്ല വാറിലും പോടാ. എത്ര ദിവസത്തേക്ക് സമാധാനം കിട്ടും മാറിപ്പോയാല്? വാറടയ്ക്കുന്നവരെ കിട്ടില്ലേ? എടാ നീ വിളിച്ച കാര്യം പറയടാ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെന്നുണ്ട്. എടാ നീ അവളെ കൊണ്ട് വല്ല പാർക്കിലോ ബീച്ചിലോ പോടാ. അവളെ വേണ്ട വേണ്ട വേണ്ടടാ, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി. എനിക്ക് പെണ്ണുങ്ങൾ ആരും വേണ്ട, ആരും വേണ്ട, ആരും വേണ്ട. ഒറ്റയ്ക്ക് പോകാനാണോ? എടാ ഗോവയുണ്ട്, പട്ടായുണ്ട്, മസാജ്. കേൾക്കുമ്പോ തന്നെ കുളിര് വരും. എടാ കോരിക്കൊണ്ട് ഇവിടെ അങ്ങ് ഇരുന്നാ മതിയോ? മറക്കണ്ടേ? നിനക്കറിയാൻ ഏതെങ്കിലും ട്രാവൽ ഏജൻസിക്കാരുണ്ടോ? എടാ 999 രൂപയ്ക്ക് പട്ടായ. 900 രൂപയ്ക്ക് പട്ടായയോ? 999. 99 രൂപ കൂടെ ഒപ്പിക്കണമല്ലോ. അവന്റെ നമ്പർ ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. നീ അയക്കേ. അപ്പൊ സെറ്റ്. നീ അയക്കേ. ഈ ഡോറയുടെ ഒരു കാര്യേ ബുജ്ജി കാണിക്കുന്ന ഓരോ ഇത് കൊരങ്ങനാണെങ്കിൽ എന്താ അവന് ഭയങ്കര ബുദ്ധിയാ. ഡോറയ്ക്ക് പറ്റിയ ആളാ. പോട്ടെ. ഇപ്പൊ റീൽസ് കംപ്ലീറ്റ് 40 വയസ്സ് ശേഷമുള്ളവരാ ചെയ്യുന്നത്. 50 വയസ്സൊക്കെ പിള്ളേർക്കൊന്നും ഇപ്പൊ റീൽസ് വേണ്ട, ഒക്കെ ബ്ലോഗർമാരാ. എൻ്റെ ഈ ആഴ്ചത്തെ വാരഫലം ഒന്ന് നോക്കണം. അത്തം, ചിത്തിര, ചോതി, മകയിരം. ഇതാണ് നമ്മുടെ നാളെ എപ്പോഴും താഴത്തേക്കാ. എന്നാണ് ഇതൊന്നും മേലേക്കിടുന്നത്? ഉത്രട്ടാതി. ഉത്രട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ നല്ല മാസമാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ധനനഷ്ടം, മാനഹാനി, ദേഹാസ്വസ്ഥം, ഉദരവേദന തുടങ്ങിയ എല്ലാം കാണാനും കാണാതിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. പരിഹാരം എന്ന രീതിയിൽ വീടിന് പുറത്തിറങ്ങാതിരുന്നാൽ മതി. പിന്നെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നല്ലതേ ചെയ്യാറുള്ളൂ. മറ്റുള്ളവരെ അകപഴിച്ച് സഹായിക്കുക. സഹായിക്കാന്ന് പറയുമ്പോൾ ഇപ്പം ആരെപ്പോൾ സഹായിക്കുക? ഈ ആഴ്ച ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറിക്കിട്ടും. ആ നളിനാശനാണെന്നുണ്ടെങ്കിൽ അവനൊക്കെ സഹായിച്ചിട്ടും കാര്യമില്ല. പച്ചവെള്ളത്തിൽ വിശ്വസിക്കാനുള്ളവനാ. പിന്നെ സോമനമോളെ സഹായിക്കാൻ പറ്റുന്ന സോമനമോൾക്ക് വിഷമമൊന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ള ആ വീട്ടിലത്തെ പാണ്ടീനി ആണെങ്കിലോ അതാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്നിട്ട് ആർക്കാണ് നമ്മളെ സഹായം വേണ്ടതെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം സഹായിക്കാൻ. ഇനി നമ്മൾ സഹായിച്ചില്ല എന്ന് വിചാരിച്ച് ഇനി ഒന്നും നടക്കാതിരിക്കണ്ട. ഹലോ, എന്താ മണ്ണേ പറ. എവിടാടാ? ഞാൻ ഓഫീസിലെ. എടാ മറ്റേ നിന്റെ നമ്മളെ അച്ഛ ഇതില്ലേ? ആരുടെ അച്ഛാ? എടാ അച്ഛ അസോസിയേഷൻ. നമ്മുടെ അല്ല, നിന്റെ. അതിന്റെ നിനക്കറിയാലോ ഞാനത്തെ മെമ്പറാന്ന്. നീ കാര്യം പറ. എടാ അതിന്റെ നമ്മൾ ഈ ഓരോ വർഷമാണല്ലോ മെമ്പർഷിപ്പ് എടുക്കുന്നേ. അതെ അതെ. കഴിഞ്ഞ വർഷം ഈ സമയത്താണല്ലോ എടുത്തേ. അതെ അതെ അതെ. അത് ഈ വർഷം ആയപ്പോഴേ തീർന്നു പോയി. വർഷം പുതുക്കേണ്ടി വരും. അതിന് അത് പുതുക്കണമായിരുന്നു. പുതുക്കണം. പൈസ ഇല്ല. പൈസ ഇല്ല. എന്തേലും ഇല്ല പോന്നിച്ചോ. സംസാരിച്ചു തീരുന്നതിനിപ്പുറം കട്ട് ചെയ്യോ? എന്തോ അഹങ്കാരം ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക്. ഇനി വിളിക്കെന്തെങ്കിലും ആവശ്യത്തിന്. എന്നെ കൊണ്ട് പറ്റും. സുപ്ലുമോന് പൈസേൻ്റെ വലിയൊരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ആഴ്ചത്തെ വാരഫലം ശരിയാക്കണമെങ്കിൽ ഇത് സോമനമാനടുത്ത് പറഞ്ഞിട്ട് സുബിനെ സഹായിക്കണം. അപ്പോൾ എൻ്റെ വാരഫലത്തിൻ്റെ കാര്യം ഈ ആഴ്ച ശരിയാവുകയും ചെയ്യും, സുപ്ലുമോൻ്റെ കാര്യം ശരിയാവുകയും ചെയ്യും. സോമനമോൾക്ക് മാത്രമേ പറ്റുള്ളൂ. സോമനമോളെ കണ്ടിട്ട് വരാം. സോമനമോളെ എന്ത് കോലത്? എന്തെറ്റി? നല്ല രസമുണ്ട് കാണാൻ. ഇതാണോ? സുന്ദരനായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ ഇരുന്നതാ. നന്നായിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അതുണ്ടല്ലോ,
കറക്റ്റ് ആൾക്കാർ വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ശോഭനമോളെ മോളെന്താക്കുക? എന്താ ഊടായ്പ മണക്കണ്ടല്ലോ. ഏയ് ഞാനേ ഒരു സങ്കടം നേരിട്ട് കണ്ടിട്ട് അത് പറയാൻ വേണ്ടി വന്ന. ആണോ? എന്തത്? നമ്മളെ സുപ്ലിമോന് എന്തൊക്കെയോ ഒരു സങ്കടമുണ്ട്. സുബുനോ? സുബു ഞാൻ കുറച്ചു മുമ്പ് കണ്ടപ്പോ അവിടെ ചിരിച്ചൊളിച്ചിരിക്കണ്ടായിരുന്നല്ലോ. ആര്? സുപ്ലോ? ആ ഏയ് അയാളെ ഉള്ളിൽ സങ്കടം അങ്ങനെ അല അഴിക്കുന്നുണ്ട്. എന്താ പെട്ടെന്നൊരു സ്നേഹം? സ്നേഹത്തിന് നമ്മൾ ഈ ചട്ടിയും കലാകുമ്പോ തട്ടി മുട്ടിയിരിക്കും, പൊട്ടാതിരുന്നാ മതി. ഞാൻ നോക്കുമ്പോഴേ മൂപ്പരക്ക് ഭയങ്കര സങ്കടമുണ്ട്. മൂപ്പരമ്മൻ്റെ ഇതുണ്ടല്ലോ, അച്ഛൻ്റെ സംഘടന അല്ല, അമ്മേൻ്റെ അല്ല, സിനിമേൻ്റെ സംഘടന. അതില് മറ്റേ അത് പുതുക്കാനുണ്ട് പൈസ കൊടുത്തിട്ട്. ആര് പറഞ്ഞു? അതിന്റെ ഞാൻ കേട്ടതാണ്. സുബു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ട്, മറ്റേ കൂടെ നടക്കുന്നില്ലേ ബാല്, അവൻ്റെ അടുത്ത് സങ്കടം പറയുന്ന കണ്ടതാ. നമ്മളത് എങ്ങനെയെങ്കിലും കൊടുക്കണം. മാമൻ തന്നെയാണോ ഈ പറയണേ? പിന്നെ മോളെ ഞാനെല്ലാം കാണണ്ടേ. ഈ വീട്ടിലെ മൂത്ത കാരണവര് എന്നുള്ള നിലയ്ക്ക്, ഈ വീട്ടിലെല്ലാം നോക്കി നടക്കുന്ന ആളെന്ന് നിലയ്ക്ക് ഞാൻ മോളത്ത് പറയേണ്ട കടമയില്ലേ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാര്യ എന്താണ്, ഭർത്താവ് ഇതായാലും ഭാര്യ ഒന്നല്ലേ. ഭാര്യ അല്ല, പോട്ടെ, എന്താ പറയാ, ഒരു പഴമൊഴിയാണ്. അല്ല, പഴമൊഴി പറഞ്ഞപ്പോഴാ മോളെ ഇന്നത്തെ തൈര് സാധനം എങ്ങനെ ഉണ്ടായിരുന്നു? തൈര് സാധനം എന്നാ സാധനം ഓർമ്മിപ്പിക്കാണ്ടിരിക്കാമോ? എന്നൊരു കാര്യം ഞാൻ പഴമൊഴി പറഞ്ഞപ്പോഴേ ഞാൻ പോയിട്ടെ മെനഞ്ഞാന്ന് ഇന്നലത്തെ പഴമുണ്ട്, റോബസ്റ്റ്, അതിലൂടെ ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ? പ്ലീസ് പോയിട്ട് വരൂ. അതൊരു വെറൈറ്റി ആവും. ഇതുവരെ ആരും ഉണ്ടാക്കാത്തതാ, റോബസ്റ്റ് കൊണ്ടുള്ള പഴംപൊരി. ഞാൻ ഉണ്ടാക്കിയത്. മോള് മറ്റേ കാര്യമായിട്ടൊന്ന് ആലോചിക്കേ. സുപ്ലിനെ മോൻ്റെ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ആരും സങ്കടം കാണാൻ വയ്യ. ഞാൻ പഴംപൊരി ഉണ്ടാക്കി കേട്ടാ. എന്തോ എവിടെയോ പ്രശ്നമുണ്ടല്ലോ. സുബുന് അങ്ങനെയുള്ള സങ്കടം ഉണ്ടാവുമോ? സുബു കഴിക്കാ? വേണ്ട വേണ്ട, കഴിച്ചു കഴിച്ചു. സുബുന് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? സങ്കടം ഉണ്ടോ ചോദിച്ചാ സങ്കടം ഇല്ലാത്ത ആരാ ഉള്ള? അതല്ല, ഇപ്പൊ എന്തെങ്കിലും പൈസക്ക് ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലിങ്ങനെ കിടന്ന്? പൈസക്ക് ആവശ്യമുണ്ട്. എന്തിന്റെയാ? പച്ച സംഘടനയിലൊരു മെമ്പർഷിപ്പ് എടുക്കുക വന്നിട്ട് നമ്മുടെ പടത്തിന് ഭയങ്കര ഒരു മൈലേജ് ആയിരിക്കും. കാരണം അവിടെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് എല്ലാം വരുന്നതാണ്. ലൈക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു പ്രൊഡ്യൂസറും വേണം, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും വേണമല്ലോ. സംഘടന കയറാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എനിക്ക്. അപ്പം അത് എൻ്റെ ഒരു റിന്യൂ ചെയ്യാനാണോ അതോ കയറാനാണോ? റിന്യൂ ചെയ്യാനാണ് ഉള്ളത്, റിന്യൂ ചെയ്യാനാണ്. പണ്ട് എനിക്ക് സംഘടനയിലുണ്ടല്ലോ ഞാൻ പണ്ട് തൊട്ടേ. അപ്പം റിന്യൂ ചെയ്യാനാണ്, ഓരോ വർഷം റിന്യൂ ചെയ്യണം. ശരിയാ പറഞ്ഞത്. പൈസ ഞാനെങ്കിലും ഒപ്പിക്കാൻ നോക്കാം, പക്ഷെ അതുകൊണ്ട് എനിക്കെന്താ ഒരു ഗുണം? നമ്മുടെ പടം ഓണാകുമ്പോൾ അതിനകത്തെ മെയിൻ ക്യാരക്ടർ നീ തന്നെ. ഞാനത് മനസ്സിൽ ഉറച്ച് വെച്ചായിരുന്നു. അതെനിക്കറിയാം, എന്നാലത് വായിന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടോന്ന്, ഒപ്പിക്കാൻ പറ്റുമോന്ന്. എന്നത്തേക്കാ കൊടുക്കണ്ടേ? സത്യമാണോ? നോക്കട്ടെ. അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ ഭാര്യയ്ക്കെന്നെ? അയ്യ, സിനിമയുടെ നായികരാ ശോഭന. ഞാൻ നോക്കട്ടെ, വൈകുന്നേരം ആകുമ്പോഴേക്കും ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കഴിച്ചോ. ഫുഡ് കൊള്ളാം കേട്ടോ. കേട്ടിട്ടുണ്ട്. നീ എല്ലാം ഉണ്ടാക്കി അറിഞ്ഞു.